അപ്പോൾ എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഓൺലൈൻ സക്സസ് സ്റ്റോറിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്ന് നിൽക്കുന്നത് ഗുരുവായൂരാണ്. നമ്മുടെ ഓൺലൈൻ ആപ്പ് വഴി ജോലി കിട്ടിയ നീനുവിനെ പരിചയപ്പെടാനാണ് നമ്മൾ വന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് നീനോട് തന്നെ ചോദിക്കാം. അപ്പോൾ നീനു പറ്റിയൊന്ന് രണ്ട് വാക്ക്. ഹായ്, ഞാൻ നീനു. എൻ്റെ വീട് ഇവിടെ ഇരിങ്ങപ്പുറം, ഗുരുവായൂർ ഇരിങ്ങപ്പുറം എന്ന് പറയും. അപ്പോൾ ഞാൻ ആദ്യം ഡിഗ്രി BSc മാത്സ് ആണ് പഠിച്ചത്. BSc മാത്സ് കഴിഞ്ഞ് അങ്ങനെ തൃശ്ശൂർ JDC കോളേജിൽ JDC കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ദ്രോണയിലേക്ക് ഓൺലൈനായിട്ട് വന്നത്. ഓക്കെ. അപ്പോൾ നീനിത് എന്നാണ് ഓൺലൈൻ ആപ്പ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്? ഞാനൊരു 2024 ഓൺലൈൻ ആപ്പ് 6 മന്തിൻ്റെ പാക്കേജ് സെലക്ട് ചെയ്തത്. ഓക്കെ. ഇത് നീനു പറഞ്ഞു BSc മാത്സ് ആണ് എടുത്താണ്. അപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് വന്നപ്പോൾ ഉള്ള ബുദ്ധിമുട്ടുണ്ടാവൂലേ സ്വാഭാവികമായിട്ട്? കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്നാലും അത്ര വലിയ കുഴപ്പമില്ല. നമ്മുടെ ഓൺലൈൻ ആപ്പ് വഴി തന്നെ മാത്രം പഠിച്ചിട്ടാണ് നമ്മൾ ജോലി. അപ്പൊ നമുക്ക് അതൊക്കെ ക്ലാരിഫൈ ചെയ്യാൻ പറ്റി. അതെ അതെ. ഓക്കെ. എന്താണ് ഒരു നല്ലൊരു ഫീച്ചറായിട്ട്, ഈ ആപ്പിന്റെ ഒരു നല്ലൊരു ഫീച്ചറായിട്ട് നീന് എന്താ തോന്നിയിട്ടുള്ളത്? ഓൺലൈൻ ആപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം വീട്ടിലെല്ലാവരും പറഞ്ഞു വേണ്ട, ഓൺലൈൻ ചേരണ്ട, ഓഫ്ലൈൻ ആയിരിക്കും കുറച്ചും കൂടി ബെറ്റർ, കാരണം നമ്മളെ ബാക്കിൽ നിന്ന് പുഷ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടായിരിക്കുമല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറച്ച് അധികം മടിയുള്ള കൂട്ടത്തിലുള്ള ആളാണ്. അപ്പൊ ഞാൻ ഓൺലൈൻ വേണ്ടാന്ന് വീട്ടിലെല്ലാവരും പറഞ്ഞു. അപ്പോഴെനിക്ക് കമ്പൈൻ സ്റ്റഡിയും കാര്യങ്ങളൊന്നും അത്ര പറ്റില്ല. എനിക്ക് സെൽഫ് സ്റ്റഡിയാണ് കുറച്ചും കൂടി ബെറ്റർ. അപ്പൊ ഞാൻ എന്തായാലും ഓൺലൈൻ ആപ്പ് തന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഓൺലൈൻ ആപ്പ് എടുത്തത്. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഓൺലൈൻ ആപ്പ് എടുത്തതിന് ശേഷവും എനിക്ക് പഠിക്കാനായിട്ടുള്ള ഒരു മടി തന്നെയാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഈ ഓൺലൈൻ ആപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫീച്ചേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഡെയിലി എക്സാമുകള്, അതുപോലെ തന്നെ സൺഡേ എക്സാമുകള്, ശരിക്കും ആ എക്സാമുകളാണ് ശരിക്കും എന്നെ പുഷ് ചെയ്തിട്ടുള്ളത്. കാരണം ഇപ്പോ ഞാൻ ഫസ്റ്റ് ചേരുമ്പോൾ ഈ എക്സാമുകള് ഞാൻ ആപ്പ് ആദ്യം പർച്ചേസ് ചെയ്തു. എന്നിട്ട് ഫസ്റ്റ് എഴുതിയ എക്സാം എഴുതിയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ ഈ ഒരു ചെറിയ സർക്കിളിൽ വെച്ചിട്ട് തന്നെ നമ്മൾ എന്തോരം ബാക്കിലാണ് നിൽക്കുന്നത് എന്നുള്ളത്. അപ്പൊ പിന്നെ ഓരോ എക്സാം കഴിയുമ്പോഴും അതിന്റെ റാങ്ക് ലിസ്റ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടുമല്ലോ. അപ്പോ അത് കണ്ടപ്പോഴാണ് എത്രയും ബാക്കിലാണെന്നുള്ളത് മനസ്സിലായത്. കമ്പയർ ചെയ്യും അപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ പിന്നെ ആ ലിസ്റ്റില് എന്റെയും കൂടി പേര് വരണം എന്നുള്ള ഒരു സംഭവം വന്നു. അങ്ങനെയാണ് പിന്നീടാണ് പഠിക്കാനായിട്ട് തുടങ്ങിയത്. ഇതിപ്പോ മൊബൈൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോ വീട്ടിലാവുമ്പോ തന്നെ നമുക്ക് പല പരിപാടി ഉണ്ടായിരിക്കും. അവിടേക്ക് പോകണം, ഇവിടേക്ക് പോകണം, അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ നമുക്കിത് കൊണ്ടുപോവാന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. അപ്പൊ ആ ഒരു ഇപ്പൊ നമുക്കിപ്പോ ഡോക്ടറെ കാണാൻ എന്തിനാണെങ്കിലും ആ കൺസൾട്ടിംഗ് റൂമിന്റെ പുറത്തിരുന്നിട്ട് നമുക്കൊരു 4-5 എക്സാമുകൾ, ഡെയിലി എക്സാം ഒക്കെ ആണെങ്കിൽ അത് സബ്ജക്ട് വൈസ് എല്ലാം ചെയ്തു പോകാനായിട്ട് പറ്റും. അതാണ് ഏറ്റവും വലിയ, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഇത് എന്ന് പറയുന്നത് ഇതിന്റെ ഈ ഓൺലൈൻ ഈ ഡെയിലി എക്സാമും സൺഡേ എക്സാമുകളാണ്. പിന്നെ ഗൂഗിൾ മീറ്റ് ലൈവ് ആണോ കാണാത്ത, റെക്കോർഡഡ് ആണോ കാണാറ്? അല്ല, രണ്ടും കണ്ടിട്ടുണ്ട്. ലൈവ് കാണുമ്പോൾ നമുക്ക് ഇപ്പൊ ഡൗട്ട് ഒക്കെ വന്നു കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുന്ന. അതെ അതെ അതെ, അപ്പൊ തന്നെ ചോദിച്ച് ക്ലിയർ ആക്കാനും പറ്റും. പിന്നെ അഥവാ ഉണ്ടെങ്കിൽ തന്നെ മെന്ററിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അന്നത്തെ ദിവസം തന്നെ ക്ലിയർ ആക്കും, അല്ലെങ്കിൽ ചോദിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഒരു ദിവസത്തിന്റെ ഉള്ളിൽ തന്നെ എല്ലാം ക്ലിയർ ആക്കി പോവാറുണ്ട്. പിന്നെ ഈ ഒരു മേഖലയിലേക്ക് കുറെ പേര് നോക്കി നിൽക്കുന്നുണ്ട് കടന്നു വരാൻ വേണ്ടിട്ട്. അവരോട് നീനു പറയേണ്ട അഡ്വൈസ് എന്താണ്? അങ്ങനെ മൊബൈൽ ഈ ഓൺലൈൻ പേടിച്ച് ഓഫ്ലൈൻ തന്നെ പോയാലേ ശരിയാവുള്ളൂ എന്ന് പേടിച്ച് നിൽക്കണവരാണെങ്കിൽ ധൈര്യമായിട്ട് ഓൺലൈൻ പോയിക്കോളാൻ യാതൊരു മടിയും കാണിക്കണ്ട എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കൊരു ഫോക്കസ് ഉണ്ടായാൽ മതി. കാരണം ബാക്കിയെല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് കഷ്ടപ്പാടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട്, അതായത് ഇപ്പൊ എനിക്കിപ്പോ ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നല്ല കിട്ടിയിട്ടുള്ളത്. ഞാനിപ്പോ ഒരു 5 എക്സാമുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും ഓൺലൈൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ യാതൊരു പേടിയും കൂടാതെ എടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്തായാലും നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമുക്ക് ഓഫ്ലൈൻ ആണെങ്കിൽ നമുക്ക് അവിടെ പോകണം എന്നുള്ളൊരു സംഭവമുണ്ട്. ഓൺലൈൻ ആണെങ്കിൽ നമുക്ക് ഏതൊരു ടൈമിൽ നമുക്കത് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ബെനിഫിറ്റ്. എങ്ങനെയായിരുന്നു നീനുന്റെ പ്രിപ്പറേഷൻ എക്സാമിന്? എത്ര മണിക്കൂർ പഠിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പറേഷൻ, വർക്കൗട്ടൊക്കെ എങ്ങനെയായിരുന്നു? സോർട്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആ ഒരു ട്രാക്കിലേക്ക് എത്താനായിട്ട് തുടങ്ങിയത്. ആദ്യം ഒരു ദിവസത്തിൽ നമ്മൾ കുറച്ച് സമയമൊക്കെ പഠിച്ചിരുന്നുള്ളൂ. അപ്പൊ പിന്നെ മനസ്സിലാവാൻ തുടങ്ങി എന്തായാലും ഇങ്ങനെ പോയിട്ട് കിട്ടില്ല എന്നുള്ളത് മനസ്സിലാവാൻ തുടങ്ങി. അങ്ങനെ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഞാൻ രാവിലെ പഠിക്കുമായിരുന്നു. GK രാവിലെ 5 മണിക്ക് എണീക്കാനൊക്കെ തുടങ്ങിയത് ലാസ്റ്റ് കുറച്ച് സമയമായപ്പോഴാണ്. അപ്പോൾ 5 മണിക്ക് എനിക്കും GK കുറച്ച് ആ ഒരു 5 to 7 ആ ഒരു സമയത്ത് GK പഠിക്കും. കാരണം അതായിരുന്നു കുറച്ച് ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ്. അത് കഴിഞ്ഞ് പിന്നെ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ആ ഒരു സമയത്ത്
ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മുന്നത്തെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അത് ആൻസർ ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ച ഫുഡ് കഴിച്ചിട്ടുള്ള ആ ഒരു സമയം, അത് നമുക്ക് കുറച്ച് നമ്മൾ ഉറക്കം വരുന്ന ഒരു ടൈമാണ്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് മാത്സ് എടുത്തിരുന്നത്. മാത്സ് വർക്കൗട്ട് ചെയ്യായിരുന്നു. ഒരു ടൈം വെച്ചിട്ടാണ്, ഒരു 15 മിനിറ്റാണ് ഞാൻ വെക്കാറ്. എന്നിട്ട് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് ആ ഒരു മാത്സ് അത്രയും ക്വസ്റ്റ്യൻ അത് ചെയ്ത് തീർക്കാൻ പറ്റുമോ എന്നുള്ളത് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ഇംഗ്ലീഷ് പഠിച്ചിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കും ഏതെങ്കിലും. അതിനുശേഷം ഇതുപോലെ രാത്രി ആയി കഴിഞ്ഞാൽ സബ്ജക്റ്റ് പഠിക്കുമായിരുന്നു. അങ്ങനെ സോർട്ട് ചെയ്ത് പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ഒരു ട്രാക്കിലേക്ക് കറക്റ്റായിട്ട് വന്നത്. ഈ സഹകരണ മേഖലയിൽ ഈ ജോലിയിൽ കയറാൻ സഹായിച്ചത് ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ദ്രോണാചാര്യ പെരുമ്പാവൂരിൻ്റെ എല്ലാ ടീം മെമ്പേഴ്സിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി.